നല്ല അടിപൊളി കരിമീൻ്റെ പരിപാടിയാണല്ലോ. നല്ല വലിയ വലിയ കരിമീൻ. അപ്പോൾ നമ്മളിന്ന് കരിമീൻ വാഴയിൽ പൊള്ളിച്ച് കഴിക്കാൻ വേണ്ടി പോകണം. അപ്പോൾ അതിൻ്റെ പരിപാടികളാണ് അവിടെ നടന്നിട്ട് നല്ലപോലെ ചെതമ്പല കളഞ്ഞിട്ടുണ്ടല്ലോ. ഇത് നല്ലപോലെ വൃത്തിയാക്കി എടുക്കണം. നമ്മുടെ മലയാളികളുടെ സ്പെഷ്യൽ ഭക്ഷണമാണ് കേട്ടോ അത്. കരിമീൻ എല്ലാവരും ഇഷ്ടപ്പെട്ട് കഴിക്കുന്ന ഒരു സാധനമാണ്. നല്ല വലിപ്പമുള്ള കരിമീനാണ്. 1/2 കിലോ മേലെ ഉണ്ട് ഒരെണ്ണത്തിന്. ഇത് നല്ലപോലെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം. ഇതുപോലെ കത്രിയൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഇതിൻ്റെ മുള്ളൊക്കെ ഒട്ടിക്കളയാൻ വേണ്ടി പറ്റും. അതുപോലെ വാല്, മീൻ നമ്മൾ ഉപ്പൊക്കെ ഇട്ട് കഴുകി 2-3 തവണ നല്ലോണം കഴുകിയിടും. ഡീപ്പായിട്ടൊന്ന് ലൈനിട്ടിടണം. അപ്പോൾ മസാല ശരിക്കും മീനിനകത്ത് പിടിക്കുള്ളൂ. അങ്ങനെ അത് കഴിഞ്ഞു. നമുക്കിതിന് മസാലയൊക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കുറച്ച് മുളക് പൊടി വേണം ആദ്യം. നമ്മൾ 10-20 മീനുണ്ട്. നല്ല കാറ്റടിക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടിയാണത്. കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് ഉപ്പ്, കുറച്ച് കായത്തിൻ്റെ പൊടി ഇട്ട് കൊടുക്കാം. കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണത്, അരച്ചെടുത്താണ്. കുറച്ച് ചെറുനാരങ്ങ പിഴിഞ്ഞ് കൊടുക്കണം. ഇതിൽ നീരില്ലല്ലോ നാരങ്ങയിൽ. ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നല്ല കാറ്റടിക്കണം, അതാണ് പതുക്കാകുന്നത്. ഇച്ചിരി വെളിച്ചെണ്ണ കൂടെ വെച്ച് ഒന്ന് കുഴമ്പ് പരുവത്തിലാക്കിയെടുക്കാം. നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് മീനിൽ തേച്ച് പിടിപ്പിക്കാം. മീനിൽ നല്ലപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഈ വരയിട്ടതിനകത്തൊക്കെ നല്ലപോലെ ഫില്ല് ചെയ്ത് കൊടുത്താലേ ഇറങ്ങുള്ളൂ. നമ്മുടെ മസാല കറക്റ്റായിട്ട് വന്നു. ഒരു 1/2-3/4 മണിക്കൂർ ശരിക്കും റെസ്റ്റ് എടുക്കുന്നത്, എങ്കിൽ ഈ മസാലയൊക്കെ മീനിനകത്ത് പിടിക്കുള്ളൂ. കാട്ടിപ്പൊന്ന് കറച്ച് വിടാം. ചെറിയ ചെറിയ അലകളോട് വെച്ചാൽ പെട്ടെന്ന് പിടിക്കട്ടെ. നമ്മുടെ തീ നല്ലോണം കത്താൻ പറ്റും. നമുക്ക് ചട്ടി വെച്ച് കൊടുക്കാം. ചീനച്ചട്ടി. അതിന് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കണം. ആദ്യം ഒന്ന് മീനിനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. നമ്മുടെ എണ്ണ ചൂടായിട്ട് നമുക്ക് മീൻ വരുന്നിട്ട് കൊടുക്കണം. ഒരു 2 മിനിറ്റ് കഴിഞ്ഞ് മറിച്ച് കൊടുക്കാം. ഒന്ന് ചെറുതായിട്ട് കൊണ്ടാണ് ഇത്. അപ്പോൾ നമ്മുടെ മീനായിട്ടുണ്ട്.
നമുക്ക് അടുത്ത സെക്ഷൻ. ഈ പറക്കാണല്ലോ. അയ്യോ നമ്മൾ എടുക്കുവാണ്. ആയിട്ടുണ്ട് തീർക്കാം. നമുക്കിതിൻ്റെ മസാല ഒന്ന് ഉണ്ടാക്കിയെടുക്കാം. ഇച്ചിരി വെളിച്ചെണ്ണ തന്നെയാണ് ഒഴിക്കുന്നത്. കറിവേപ്പില, ചെറിയുള്ളിട്ട് കൊടുക്കണം. ഒന്ന് മൂത്ത് വരട്ടെ. നമ്മൾ മീൻ ഒരുപാടുള്ളതുകൊണ്ടാണ് ഒരുപാട് ചെറിയുള്ളിട്ടത്. നമ്മുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് ഇത് മസാല ഉണ്ടാക്കിയെടുക്കാം. നമുക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി ഇപ്പം തന്നെ ഒരു മണം. കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് പെരുംജീരകം പൊടിച്ചാണ്. ഇളക്കൊണ്ടേ അടിക്കും. കുറച്ച് മുളക് പൊടി, അതിൻ്റെ എരിവിന് പാകത്തിന് നോക്കിയതാണ്. കുറച്ച് മീറ്റ് മസാല കൊണ്ടിട്ട് കൊടുക്കും. എങ്കിൽ ശരിക്കും അതിൻ്റെ പൊള്ളിച്ചൊരു ടേസ്റ്റ് കിട്ടും. ഒരു തക്കാളി ഇട്ടുണ്ട്. നമുക്കൊരല്പം തേങ്ങാപ്പാൽ വെച്ചിട്ടുണ്ട്. തേങ്ങാപ്പാൽ തിളപ്പിക്കരുത്. തേങ്ങാപ്പാൽ ഒരുപാട് തിളയ്ക്കാൻ പാടില്ല, മതി. ഇത് നമുക്ക് അടുത്ത് ഇലയിലിട്ട് പൊള്ളിച്ചെടുക്കാം. പിന്നെ ഇലയൊന്ന് വാട്ടിയെടുക്കണം. ഇലയൊന്ന് കഴുകിയതാണ്, കഴുകിയിട്ട് വാട്ടിയെടുത്താൽ മതി. വാട്ടി നല്ല സോഫ്റ്റ് ആകും ഇല. അവിടെ പൊതിയാൻ സിമ്പിളായിരിക്കും. ഇല നല്ല കഴുകിയിട്ട് തുടച്ച് വാട്ടിയാൽ നല്ല പെട്ടെന്നാവും. നമ്മൾക്കിപ്പോൾ സമയമില്ലാത്തതുകൊണ്ടാണ്. നമുക്ക് ഒരു കരിമീൻ വെച്ച് കൊടുക്കാം. മതി. വലിയ മീനായതുകൊണ്ട് ഇല വലുത് വേണം. നമ്മുടെ ഇല ചെറുതേ ഉള്ളൂ. അപ്പോൾ 2 കെട്ട് കെട്ട വരും. ഓക്കെ, മുകളിൽ കൊണ്ടില്ല സാധനം. നമുക്ക് ഇതിങ്ങനെ മൂടാം. എങ്ങനെ മുടിലും കണക്കന്നെ, പക്ഷെ ഇങ്ങനെ മുടിന്ന് കെട്ടാൻ കുറച്ച് സ്ഥലം കൊടുത്തിട്ടാണ് നോക്കാം. കേട്ടോ, ഇപ്പോൾ 1 കെട്ടിൻ്റെ ആവശ്യമുള്ളൂ, 2 കെട്ടിൻ്റെ ആവശ്യമില്ല. മീൻ നമ്മുടെ വലിപ്പം കൂടി വേണം, മതി. റെഡി, മതി മതി, അത്രയേ ഉള്ളൂ. ഒന്ന് ചൂടാക്കി എടുക്കാം. നമുക്കിത് നമ്മുടെ മീനൊന്ന് പൊള്ളിച്ചെടുക്കാം. നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് പൊള്ളിച്ചെടുക്കാൻ.
നമുക്ക് നമ്മുടെ ഇത് പൊള്ളിക്കാം. വലിയ മീനാണ്. ഒരു 5 മിനിറ്റ് തിരിച്ചു മറിച്ച് നമുക്ക് പൊള്ളിച്ചാണ്. എത്രയേ ഉള്ളൂ. നമുക്കൊന്ന് മറിച്ചിട്ട് നോക്കാം. മാറ്റി മാറ്റി വെച്ച് കൊടുക്കാം. ഈ ചില സ്ഥലത്ത് നല്ലോണം കത്തുണ്ട്, ചില സ്ഥലത്ത് കുറവാണ്. അപ്പോൾ നമ്മൾ സംഭവം ആയിട്ടുണ്ട്. നമുക്ക് ഹായ് നമ്മുടെ അടുത്തതും ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സംഭവം റെഡി ആയിട്ടുണ്ട്. നമുക്കൊന്ന് ടേസ്റ്റ് നോക്കാം. നമ്മൾ പിള്ളേർക്കൊക്കെ കൊടുത്തവിടെ അഴിച്ചോ. ഇതാദ്യം അഴിക്കുമ്പോൾ ഒന്ന് ലേശൊരു വെള്ളം പോലെ ഉണ്ടാവും. പക്ഷേ അപ്പോൾ തിക്കായിട്ടുണ്ട്. കുറച്ച് നേരം വെച്ചാലേ തിക്കാവുള്ളൂ. നമ്മളിവിടെ ഇരുട്ടായി. വാഴല്ലേ ഇതിൻ്റെ കൂടി മണം വരുന്നുണ്ട്. ഇതൊന്നും കൂടെ തുറക്കുക. അടിപൊളി. ഓ, അങ്ങനെ കരിമീൻ പൊള്ളിച്ചത് ടേസ്റ്റ് ചെയ്ത് നോക്കി. അങ്ങനെയുണ്ട് നോക്കി. കരിമീൻ മുള്ളുണ്ട് കേട്ടാ. കരിമീനാണെന്ന് പറഞ്ഞിട്ട് മുള്ളില്ലാണ്ട് നോക്കണം. എന്നാ മുള്ളുണ്ട് കേട്ടാ. നല്ലോണം മുള്ളുണ്ട്. നോക്കിയിട്ടടിക്കാം. അപ്പം അത് ആസ്വദിച്ച് കഴിച്ചിട്ട് ആ മസാലയെ കൂടി ഇങ്ങനെ കഴിച്ചിട്ട് എങ്ങനെയുണ്ട് പറയാം കേട്ടാ. എങ്ങനെയുണ്ട്? അടിപൊളി. നല്ല ഒച്ചത്തിൽ പറയും. അടിപൊളിയായിട്ട് സംഭവം അടിപൊളിയാണ് കേട്ടാ. എങ്ങനെയുണ്ട് കാണാട്ടാ? മസാല വെച്ചപ്പോലെ കരിമീൻ. അതെ, എങ്ങനെയുണ്ട് പറയും. നന്നായിട്ടാ. സൗണ്ടിൽ പറയും. എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട് പറയും. സൂപ്പറായിട്ടാ. സൗണ്ടില്ല പുള്ളിക്ക്. മീൻ കഴിക്കണമെന്നാണ് ഒരു ഇതില്ല. മസാലയുടെ അതെ, മസാല നല്ല ടേസ്റ്റ്. മീനിനേക്കാളും ടേസ്റ്റ് ആയില്ലേ? അങ്ങനെയല്ല, ചേരുവകൾ നന്നായിട്ട്. കരിമീനൊരു സംഭവം ഉണ്ടാ. എങ്ങനെയുണ്ട്? അപ്പോൾ സംഗതി എന്തായാലും അടിപൊളി പരിപാടിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. ഈ മസാല കൂട്ടലും കാര്യങ്ങളൊക്കെ വെച്ചിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ചെറിയ മീനാണെങ്കിൽ ചെറിയ വാഴല മതി. ഇതിപ്പോൾ വാഴല മീൻ വലുതും വാഴല ചെറുതുമായി പോയി. അങ്ങനത്തെ ഒരു അവസ്ഥയായി. അങ്ങനെ 2 വാഴലേക്ക് ജോയിൻ്റ് ചെയ്തിട്ടാണ് ഞങ്ങൾ ഉണ്ടാക്കിയത്. സംഗതി എന്തായാലും അടിപൊളിയാണ്. എന്താ പറയുക, ഒരു വ്യത്യസ്തമായ ടേസ്റ്റ്. നമ്മളുണ്ടാക്കി കഴിയുമ്പോൾ ഒരു പ്രത്യേക ഒരു ടേസ്റ്റും ആയിരിക്കും. എന്തായാലും ഞാൻ ആദ്യമായിട്ടാണ് ഇത് കഴിക്കാൻ പറ്റിയത്. അടിപൊളി ഫുഡ്. നമ്മുടെ ഒരു സുഹൃത്താണ്. നമ്മുടെ പരിപാടിക്കൊക്കെ വന്ന് സഹായിക്കും പുള്ളി. പക്ഷെ ഇതുവരെ ഫുഡ് കഴിക്കാൻ വന്നില്ല. അപ്പോൾ എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് എത്തിക്കുക. അതുപോലെ തന്നെ തുടർന്നും കിടിലൻ വ്യത്യസ്തമായ വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കുകയാണെങ്കിൽ ഞങ്ങൾ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം സബ്സ്ക്രൈബ് ബട്ടൺ തൊട്ട് കാണുന്ന ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്താൽ നല്ല അടിപൊളി വീഡിയോ നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ റെഡിയാക്കുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ, വീണ്ടും നല്ലൊരു വീഡിയോ വീണ്ടും കാണാം. ബൈ.